ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബിരിയാണിയാണ്. മുട്ട ബിരിയാണി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 4 മുട്ട കൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞ ഒരു സവാള ഇതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് അല്പം കശുവണ്ടി കൂടിയിട്ട് അത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. കശുവണ്ടി കൂടി വറുത്ത് കോരിയതിന് ശേഷം ഇതിൽ നിന്നും ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് കോരി മാറ്റാം. അധികമുള്ള വെളിച്ചെണ്ണ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 5 സവാള ഇട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളായാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ അരിഞ്ഞതിന് ശേഷം ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ തന്നെ ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളക് കഷ്ണങ്ങളാക്കിയതും കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒന്നുകൂടെ വഴണ്ട് വരുമ്പോൾ 2 തക്കാളിയും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് അതും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചെറുതായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി ഇതുപോലെ അരിഞ്ഞ് അതും ഒരു ചെറിയ ക്യാരറ്റും ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം തീ കുറച്ച് വെച്ച് നമുക്ക് മൂടി വയ്ക്കാം. ഇതിൽ കിടന്ന് എല്ലാം നല്ലതുപോലെ വഴണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഒന്നും തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുരുമുളക് പൊടിയൊന്നും ചേർക്കാത്തത്. ഇനി 2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം തീ കുറച്ച് വെച്ചുകൊണ്ട്. ഇതിൻ്റെ പച്ചമണവും കുത്തലുമെല്ലാം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് അല്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാം. ഇത് നല്ലതുപോലെ വഴണ്ടതിന് ശേഷം നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട പകുതിയായി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഈ മസാല എല്ലായിടത്തും ആകും വിധം മുട്ടയുടെ മുകളിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. നല്ലതുപോലെ എല്ലാ മുട്ടയിലേക്കും ഗ്രേവിയും മസാലയും ആക്കിയതിന് ശേഷം തീ കുറച്ച് വെച്ച് ഇതൊന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് നേരം ഇതിൽ കിടന്നതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വലിയട്ടെ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബിരിയാണിയുടെ മസാലകൾ ചേർത്ത് 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം. 2 ചൂള പോകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. 2 ചൂള പോകുമ്പോൾ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ ആവി മുഴുവനും പോയതിന് ശേഷം തുറന്നപ്പോൾ ചോറ് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയും ചോറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വലിയ പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലേക്ക് ഒരൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസിൽ നിന്നും കുറച്ച് റൈസ് ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് റൈസ് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നനവോട് കൂടിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കണം. ഇനി നമ്മൾ ഒന്നുകൂടെ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല രീതിയിലായി കിട്ടും. പകുതി മസാല ഇതിലേക്ക് വച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി റൈസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കശുവണ്ടിയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാല കൂടി നമുക്ക് വച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടെ വച്ച് കൊടുക്കാം. മുഴുവൻ റൈസും വച്ചതിന് ശേഷം ഇതിലേക്ക് ഒരൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മുകളിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന കശുവണ്ടിയും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് തീ കത്തിക്കാം. 5 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിൽ ഇത് മൂടി വച്ചേക്കാം. ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് കയറ്റി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. 5
5 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നേരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. മുട്ട പൊട്ടിയും പൊടിഞ്ഞും പോകാതെ പതുക്കെ തന്നെ നമുക്കിത് മറ്റു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.